പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുവാനായിട്ട് ഇടയായി. അവിടെ വ്യക്തമായി തൻ്റെ മുമ്പിലിരിക്കുന്ന കുറേ ജനത്തോട് ഒരച്ഛൻ വ്യക്തമായ ഭാഷയിൽ വിളിച്ചു പറയുന്നു, നമുക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കാം, സ്വരൂപങ്ങളെ ഉണ്ടാക്കാം. കാരണം ഇതാണ്, 2000 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മൾക്ക് ഉണ്ടാക്കാം. 100 വർഷം പാരമ്പര്യമുള്ളവർക്ക് വിഗ്രഹത്തെ ഉണ്ടാക്കാനുള്ള അധികാരമില്ല. അവർ യേശുവിനെ കണ്ടിട്ടില്ല, നമ്മൾ കണ്ടവരാണ്. പിന്നീട് ഓൾഡ് ടെസ്റ്റ്മണിയിൽ നിന്ന് പറയുന്നു, യഹോശുവ മുൾപ്പടപ്പിൽ പ്രത്യക്ഷമായപ്പോൾ അവിടെ സ്വരൂപങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ സ്വരൂപങ്ങളൊന്നും കാണാത്തത് കൊണ്ട് ആണിൻ്റെയോ പെണ്ണിൻ്റെയോ യാതൊരു സ്വരൂപങ്ങളെ ഉണ്ടാക്കുകയോ അവയെ ആരാധിക്കുകയോ വണങ്ങുകയോ ചെയ്യരുത് എന്ന് പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ 2000 വർഷത്തെ പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കണ്ടവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുവാനും വിഗ്രഹത്തെ ആരാധിക്കുവാനുമുള്ള എല്ലാ അധികാരവും ഉണ്ട് എന്ന് അദ്ദേഹം വ്യക്തമായി ജനത്തിനോട് പറഞ്ഞ് ജനത്തെ ആമേൻ പറയിപ്പിക്കുകയാണ്. എല്ലാം പറഞ്ഞിട്ട് ജനത്തോട് പറയുന്നു, നിങ്ങളൊന്ന് ആമേൻ പറഞ്ഞ്, നിങ്ങളൊന്ന് ഹല്ലേലൂയ പറഞ്ഞ്, ഈ ജനത്തെ കൊണ്ട് തെറ്റായി പ്രബോധനം കൊടുത്തുകൊണ്ട് ജനത്തിനോട് പറയുന്നു. ഇതെല്ലാം പറയുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങളിരുന്ന് ആമേനെ ഹല്ലേലൂയം വളരെ ഉച്ചത്തോടു കൂടി പറയുകയും അച്ഛൻ വളരെ സാമർത്ഥ്യത്തോടു കൂടി ചിരിക്കുകയും ചെയ്യുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി, വചനത്തെ തൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ സഭയുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് ജനത്തെ വീണ്ടും പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് അന്ധന വഴി കാട്ടുന്നു എന്നതുപോലെ സഭയുടെ അകത്തേക്ക് വീണ്ടും തെറ്റായ മാർഗങ്ങളെ ഉപദേശിച്ചു കൊടുത്ത ജനങ്ങളെയും ആണിയടിച്ച് കെട്ടിയിടുന്നതിന് തുല്യമെന്ന് മതത്തിൻ്റെ അടിമയായി ജനത്തെ കെട്ടിയിടുന്നതിന് തുല്യമായുള്ള പ്രബോധനം കൊടുക്കുമ്പോൾ എത്രയോ തെറ്റായ ദുരുപദേശങ്ങളാണ് ഇന്ന് കൊടുത്തു പോകുന്നത്. നീ എൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു, നീ എൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. ഇതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആസ്പദമാക്കി അദ്ദേഹം തെറ്റായ ദുരുപദേശങ്ങളെ, വിഗ്രഹങ്ങളെ ഉണ്ടാക്കാം, ജനത്തിന് അത് ആരാധിക്കാം, വണങ്ങാം, അതൊന്നും തെറ്റില്ല, അതിനുള്ള അധികാരം നമുക്കുണ്ട്, 100 വർഷം പാരമ്പര്യമുള്ളവർക്ക് അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചെയ്യുമ്പോൾ ഈ വചനഭാഗം ഇതാണ്, വിശുദ്ധ അന്ന് ആദ്യം മുതൽ ഉള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം മുതലുള്ളത് ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ആദ്യം മുതലുള്ളത് എന്ന് വെച്ചാൽ ഉൽപ്പത്തി മുതൽ അനാദികാലം മുതൽ അത്യുന്നതനായ ദൈവം സകലത്തെയും ഉളവാക്കി. ഹല്ലേലൂയ. ഉത്ഥാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, 500 പേർക്ക് വേറെ പ്രത്യക്ഷപ്പെട്ടു. അവർ പ്രഖ്യാപിക്കുകയാണ്, യേശു ക്രിസ്തു ഇന്നും ജീവനോടെ ഇരിക്കുന്നു, ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷീകരിക്കുന്നു. ഇത് പ്രഖ്യാപിക്കുകയാണ് അപ്പോസ്തലന്മാർ. തോമസിനോട് പറഞ്ഞു, വീണ്ടും അവർ കൂടിയപ്പോൾ നിങ്ങൾക്ക് സമാധാനം. നടുവിൽ നിന്ന് യേശു പറഞ്ഞു, തോമസേ, നീ അവിശ്വാസിയാകാതെ നീ വിശ്വാസിയായിരിക്കണം, നീ എൻ്റെ വിലാപ്പുറത്ത് കൈയിടുക, ഇത് ആണിപ്പാടുള്ള കരമാണ്. തോമസിനെ കൊണ്ട് കൈ ഇടിപ്പിച്ച് വിശ്വാസത്തിൻ്റെ ആഴം യഹോശുവ വർദ്ധിപ്പിച്ചു. അവിടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്. വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾ ലോകത്തിൻ്റെ അവസാനത്തോളം അങ്ങേറ്റത്തോളം നിങ്ങളുടെ മേൽ ആത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും ശമരിയയിലുമല്ല, ലോകത്തിൻ്റെ അങ്ങേറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ഈ അപ്പോസ്തലന്മാർ പോയി ഞങ്ങൾ കണ്ടതുകൊണ്ട് നിങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കൂ, ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണോ സാക്ഷീകരിക്കാൻ പറഞ്ഞത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. വീണ്ടും അദ്ദേഹം പറയുന്ന മറ്റൊരു ഭാഷ്യം ഇതാണ്, വിശുദ്ധ ഡോക്ടർ ലൂക്കോസ്, സുവിശേഷം എഴുതിയ ഡോക്ടർ ലൂക്കോസ് മാതാവിൻ്റെ ചിത്രങ്ങൾ വരച്ചു എന്ന് സഭ വിശ്വസിക്കപ്പെടുന്നു. ബൈബിളല്ല, സഭ വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ബൈബിൾ അനുസരിച്ചല്ല സഭ പോകുന്നത്, ബൈബിൾ അനുസരിച്ച് സഭ പോകുവാൻ പറഞ്ഞിട്ടുണ്ടോ? വാക്യം കാണിക്കുന്നത് അദ്ദേഹം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നാൽ ഇവിടെ വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിക്കണമെന്നാണ് പറഞ്ഞത്. 2000 വർഷത്തെ പാരമ്പര്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സഭയാണ് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിലൂടെ വന്നു നിൽക്കുന്ന സഭ.
ഇത് പ്രഖ്യാപിക്കാൻ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട യേശുക്രിസ്തു ലോകമെങ്ങും പോയി തൻ്റെ വചനം പങ്കുവെക്കണം, സുവിശേഷം കൊടുക്കണമെന്ന് പറഞ്ഞ, ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്ന തെളിവായി വ്യക്തമായി കാട്ടിക്കൊടുത്ത, പ്രഖ്യാപിക്കാൻ പറഞ്ഞ യേശുക്രിസ്തു ഈ കൈവെപ്പിലൂടെ വന്ന പത്രോസ് ശ്ലീഹ നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ വിഗ്രഹത്തെ ഉണ്ടാക്കണമെന്ന് പത്രോസ് ശ്ലീഹ കാട്ടിക്കൊടുത്ത സഭയാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടാതെ അപ്പം അങ്ങനെ പറയുമ്പോൾ യേശു തന്നെ പറയുന്നു, ഞാനൊരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, വിഗ്രഹത്തെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല, പഴയതിനെ നീക്കിക്കളയാൻ പറഞ്ഞിട്ടില്ലെന്ന് വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് വന്നത്. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലുള്ള ഒന്നിനെയും നീക്കിക്കളയാനല്ല കർത്താവ് വന്നത്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന നീ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, മുൾപ്പടർപ്പിൽ യഹോശുവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രൂപങ്ങളെ കണ്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ യാതൊരു രൂപങ്ങളും ഉണ്ടാക്കരുത്, അവയെ ആരാധിക്കരുതെന്ന് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയാനല്ല വന്നത് യേശു ക്രിസ്തു, അതിനെ നിവർത്തിപ്പാനാണ് വന്നത് യഹോശുവ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാരുടെ നാവായി യഹോശുവ മാറിയിട്ടുണ്ടെങ്കിൽ, പഴയ നിയമ പ്രവാചകന്മാരുടെ ജെറമ്യ, യെശയ്യാ, മോശ, ചെറിയതും വലിയതുമായ പ്രവാചകന്മാരുടെ അപ്പോസ്തലന്മാരിലൂടെയും യഹോശുവ പ്രത്യക്ഷപ്പെടുകയും യഹോശുവയുടെ നാവായി അവർ സംസാരിക്കുകയും ചെയ്തത് വിഗ്രഹത്തെ ഉണ്ടാക്കാൻ പറഞ്ഞതുകൊണ്ടാണോ? അല്ലെങ്കിൽ വിഗ്രഹത്തെ സംബോധന ചെയ്യണം, വിഗ്രഹത്തെ ആരാധിക്കണം, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കിടന്ന് മുഴങ്കാലും മടക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അതുകൊണ്ട് കർത്താവ് അത്യുന്നതനായ യഹോശുവ പറയുന്നു, എന്താണ്? യേശു പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ നീക്കുവാനല്ല, ഞാൻ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും നിവർത്തിപ്പാൻ വന്നത്. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പറയുക, ഞാൻ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ അവർ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പറഞ്ഞത് സകലതും ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഞാൻ അത് നിവർത്തിപ്പാൻ വന്നതാണ്, ഞാൻ പൂർത്തീകരിക്കപ്പെടുവാൻ വന്നതാണ്. സകല മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി ഞാൻ പൂർത്തീകരണത്തിന് വേണ്ടി വന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ജനത്തോട് അദ്ദേഹം പറയുന്ന മറ്റ് കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സഭ ഒരിക്കലും തിരുസഭ ബൈബിൾ അനുസരിച്ച് പോകുവാൻ വാക്യം കാട്ടിത്താ ഈ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് വളരെ ലളിതകരമായ രീതിയിൽ ഒരു അച്ഛൻ പറയുന്നതാണ്. വാക്യം കാട്ടിത്താ. ഇന്ന് മുതൽ ബൈബിളിലുള്ള വാക്യമനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം. വാക്യം കാട്ടിത്തരൂ. ഞായറാഴ്ച ചർച്ചയിൽ പോകുമ്പോൾ വെള്ള ധരിക്കണം, വാക്യം കാട്ടിത്താവൂ. വാക്യം കാട്ടിത്താവൂ. അത്ര വളരെ വളരെ അതായത് ഇനി സഭയുണ്ടായത് ബൈബിളിൽ നിന്നല്ല, സഭ ബൈബിൾ അനുസരിച്ച് പോകണമെന്ന് വാക്യം കാട്ടിത്തരും. അപ്പോൾ സഭ കുത്തഴിഞ്ഞതുപോലെ എന്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് അച്ഛൻ അവിടെ വ്യക്തമായി പ്രതിപാദിച്ചത്. ബൈബിളും സഭയായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ കൈവെപ്പിന് എന്താണ് ആധികാരികത? ഇതാണ് ചോദ്യം. ബൈബിളും സഭയുമായി യാതൊരു ബന്ധമില്ല, കണക്റ്റഡുമില്ല എങ്കിൽ വിശുദ്ധ പത്രോസിൻ്റെ കൈവെപ്പിലൂടെയാണ് 2000 വർഷത്തെ പാരമ്പര്യത്തിൻ്റെ കാര്യം പറയുന്ന സഭ എങ്ങനെ ബൈബിളുമായിട്ടൊരു കണക്റ്റഡ് ആക്കും? ഇനി അദ്ദേഹം പറയുന്നു, ഈ സഭയിൽ നിന്ന്, ഈ കമ്പനിയിൽ നിന്നാണ് ഇത് അടിച്ചിറക്കിയത്. ബൈബിളെ ലളിതമായി എടുത്തുകൊണ്ട്, ജീവൻ്റെ വചനം ലളിതമായി എടുത്തു വെച്ചുകൊണ്ട് പറയുന്നു, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ എന്തിനാണ് വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് എഴുതി ചേർത്തേ? ജ്ഞാനത്തിൻ്റെ പുസ്തകമെല്ലാം ഈ പ്രൊഡക്റ്റിൽ നിന്ന് ഇറക്കിയതാണല്ലോ, POC. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റിൽ നിന്ന് ഇറക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതരുത്. വിഗ്രഹത്തെ ഉണ്ടാക്കാമെന്ന് എഴുതണം അവിടെയൊക്കെയുള്ള സ്ഥാനങ്ങളിൽ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് മറ്റൊന്ന് കൊടുക്കുകയും അകത്ത് പ്രവർത്തിക്കുന്നത് മുഴുവനും ബൈബിൾ വിരുദ്ധമായി തന്നെ പ്രവർത്തിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണോ ഇന്നത്തെ ഈ അച്ചാച്ചൻ പറഞ്ഞ ഈ സഭ? അതല്ലേ ചെയ്യുന്നത്? അപ്പോൾ എത്രയോ കാര്യങ്ങളാണ് ഇന്ന് യൂട്യൂബിൽ പരസ്യമായി കിടക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഈ പ്രതിപാദിക്കുന്നത്.
അപ്പോൾ ഈ സഭ ഏത് കൈവെപ്പിലൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? പത്രോസ് ഒരിക്കലും വിഗ്രഹത്തെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ഉണ്ടാക്കാനും പറഞ്ഞില്ല. അപ്പോൾ ആ കൈവെപ്പിന് ഒരു വിലയില്ലേ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 14-15 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ഹല്ലേലൂയ. ഇവിടെ പറയണം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അപ്പോൾ ഈ മഹത്വം അപ്പോസ്തലന്മാർ പ്രഖ്യാപിച്ചതല്ലേ യഥാർത്ഥമായി ഇന്ന് പറയുന്നത്? ഈ മഹത്വം അപ്പോസ്തലന്മാർ പ്രഖ്യാപിച്ചുവല്ലോ, അതല്ലേ ഇന്ന് ജനത്തിൻ്റെ ഇടയിലേക്ക് യേശുവിനെ ആരാധിക്കേണ്ടത്? ആത്മാവിലും സത്യത്തിലുമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. പൂർണ്ണാത്മാവിലും പൂർണ്ണ മനസ്സോടും കൂടെ യഹോശുവയെ ആരാധിക്കണം. അവൻ സർവ അരൂപിയാണ്, സകലത്തിൻ്റെയും ഉടയവനാണ്, സകലത്തിൻ്റെയും അധിപതിയാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവാണ് യഹോശുവ. ഇതാണ് പ്രഖ്യാപിച്ചത്. അല്ലാതെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കണം, അവയെ ആരാധിക്കണം, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുതെന്ന് ബൈബിൾ വാക്യം കാട്ടിത്തു. നിസ്സാരമായി ശാബത്ത് സൺഡേ സർവീസിന് പറയുന്നു, നിങ്ങൾ പോകുമ്പോൾ ചർച്ചിലേക്ക് പോകുമ്പോൾ വെള്ളം ധരിക്കണം, വാക്യം കാട്ടിത്തോ. ഇങ്ങനെ മുടന്ത ന്യായങ്ങൾ ജനത്തിനോട് പറയുമ്പോൾ അവർക്കത് കാട്ടിത്തരാനുണ്ടാകത്തില്ല. ഇനി ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും, വിഗ്രഹത്തെ കണ്ട് വിശ്വസിക്കുന്നവനല്ല, ആത്മാവിലും സത്യത്തിലും വിശ്വസിക്കുന്ന ഏവനും അവൻ എറ്റേണൽ ലൈഫാണ്. നശിച്ചു പോകാതെ, മരിച്ചു പോകാതെ, നശിച്ചു പോകാതെ. അതാണ് പറയുന്നത്. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മൂക്കിൽ ജീവശ്വാസം ഊതിയ ജനം നഷ്ടപ്പെട്ടു പോകാതെ, ദുരുപദേശത്തിൽ അടിമയായി നിൽക്കാതെ സ്നേഹിക്കാൻ, അവരെ വീണ്ടെടുക്കാൻ സ്വന്തം പുത്രനെ യഹോശുവയായി തന്നെ ഭൂമിയിലേക്ക് അവതരിച്ചു. അതിന് ഏൽക്കേണ്ടതിന് പകരം എന്ത് ചെയ്യുന്നു? വിഗ്രഹത്തെ ഉണ്ടാക്കാൻ പ്രൊമോട്ട് ചെയ്ത് അവയെ ഉണ്ടാക്കാം. 100 വർഷത്തെ പാരമ്പര്യമുള്ളവൻ ഉണ്ടാക്കരുത്, കാരണം അവൻ കണ്ടിട്ടില്ല. 100 വർഷത്തെ പാരമ്പര്യമുള്ള നീ ഉണ്ടാക്കരുത്. 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഞങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾക്കുണ്ടാക്കാം. ഞങ്ങളുടെ സഭയിൽ നിന്നാണ് ടെസ്റ്റിമണി, അതായത് ഓൾഡ് ടെസ്റ്റിമണി, ന്യൂ ടെസ്റ്റിമണി എല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്കത് തിരുത്താം, മാറ്റാം, കുറിക്കാം, എന്ത് വേണേലും ചെയ്യാം. ഇത്രയും കൊടുത്താൽ മതി. ജനം വളരെ സന്തോഷത്തോടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതും അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി അയ്യോ എന്ന് നിലവിളിക്കുന്ന മാമന്മാരെല്ലാം സന്തോഷമാകും. കാരണം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ സംശയങ്ങളെല്ലാം തീർന്നു വച്ചാ. ഞങ്ങൾക്കൊരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, എല്ലാം തീർന്നു. ഒന്നും കൂടി വിഗ്രഹത്തെ ഉണ്ടാക്കുവാൻ ആണിയടിച്ച് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കപ്പെട്ടു അദ്ദേഹം. 2 തീമോത്തിയോസ് 1-ാമത്തെ വാക്യം, അസന്മാർഗികൾ, സ്വവർഗഭോഗികൾ, ആളുകളെ അപഹരിച്ചുകൊണ്ട് പോകുന്നവർ, നുണയർ, അസത്യവാദികൾ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധനത്തിനും വിരുദ്ധമായി എല്ലാറ്റിനും വേണ്ടിയാണ് സുവിശേഷം. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവർ നിങ്ങൾക്ക് വേണ്ടിയാണ് സുവിശേഷം കേൾക്കേണ്ടത്, ബൈബിൾ എടുത്ത് വായിക്കേണ്ടത്. അതിൻ്റെ അകത്ത് എഴുതി വച്ചിട്ടുണ്ട്, അത് നിങ്ങളോട് സംസാരിക്കും. ആമേൻ. അസന്മാർഗീയമായ സ്വവർഗഭോഗികൾ, ആളുകളെ അപഹരിച്ചു കൊണ്ടു പോകുന്നവർ, ആളുകളെ തെറ്റായ വഴിയിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നവർ, നുണയന്മാർ, വചനത്തെ വളച്ചൊടിച്ച് പറയുന്ന നുണയങ്ങൾ, അസത്യവാദികൾ, അകത്ത് സത്യമൊന്നുമില്ല, ചുമ്മാ കിടന്ന് പറയുന്നവർ, നുണയന്മാർ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധനത്തിന് വിരുദ്ധമായി വചനത്തെ വളച്ചൊടിച്ച് സത്യപ്രബോധനത്തിന് വിരുദ്ധമായി ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കുന്നവർക്ക് വേണ്ടിയാണ് സുവിശേഷം. ഇത് കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ പ്രിയ മക്കളെ,
പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ യഥാർത്ഥമായി ക്രിസ്തുവിനെ തിരിച്ചറിയണം. നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കണം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.